RSSന്റെ നൂറ്റാണ്ട് തികയുന്ന ചരിത്രത്തിൽ അവർക്ക് ഏറ്റവും കടുത്ത വെല്ലുവിളി ഉയർത്തിയ ആൾ മഹാത്മാഗാന്ധിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. RSS ഏറ്റവും കഠിനമായി തന്നെ എതിർക്കുകയും ശത്രുസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്ത ആളും മഹാത്മാഗാന്ധി തന്നെയാണ്. എന്തുകൊണ്ടാണ് രാജ്യത്ത് അനേകം RSS വിമർശകരും RSSനെ പ്രതിരോധിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒക്കെ ഉണ്ടായിട്ടും ഗാന്ധിയെ അവർ ഒരു വലിയ വെല്ലുവിളിയും ഭീഷണിയും തങ്ങളുടെ വളർച്ചയ്ക്കുള്ള ഒരു തടസ്സവുമായി കണ്ടത് എന്ന് അന്വേഷിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യം, ഗാന്ധി RSSനെ മനസ്സിലാക്കിയത് അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ മനസ്സിലാക്കിയത് ഒരു സംഘടനാ രൂപമായല്ല, മറിച്ച് ഒരു ആശയ രൂപമായാണ്. സംഘടനാ രൂപമാകുന്ന സമയത്ത് നമ്മുടെ വിമർശനത്തിന്റെ മുനയും ശ്രദ്ധയും മുഴുവൻ ആ സംഘടനയിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുകയും അവരുടെ പ്രത്യയശാസ്ത്രം മറച്ചു വെക്കപ്പെടുകയും മറ്റു പല വഴികളിലൂടെ അത് ഒളിച്ചു കടത്താനുള്ള സാധ്യതയുമുണ്ട്. ഗാന്ധി ഇത് നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഗാന്ധി RSSനെ കണ്ടത് ഒരു രാഷ്ട്രീയ സംഘടനമായോ അല്ലെങ്കിൽ ഒരു സംഘടനാ രൂപമായോ അല്ല, മറിച്ച് അതിനെ ഒരു ആശയ രൂപമായി ഗാന്ധി കാണുകയും അങ്ങനെ പ്രതിരോധിക്കുകയും ചെയ്തു. ഗാന്ധിയുടെ രാഷ്ട്രീയ വീക്ഷണങ്ങൾ, ഗാന്ധിയുടെ ഹൈന്ദവ മത വിശ്വാസി എന്നുള്ള നിലക്കുള്ള നിലപാടുകൾ, ഗാന്ധി ഉയർത്തിപ്പിടിച്ച സാമൂഹിക മൂല്യങ്ങൾ, ഗാന്ധി മുന്നോട്ട് വെച്ച സാംസ്കാരിക വിചാരങ്ങൾ, ഗാന്ധിയുടെ തന്നെ ആത്മീയ ബോധ്യങ്ങൾ, ഇതൊക്കെ പരിശോധിച്ചാൽ ഗാന്ധി എങ്ങനെയാണ് RSS ഉയർത്തുന്ന ഭീഷണിയെ മറികടക്കേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായിരുന്ന ആളായിരുന്നു എന്നും അത് അദ്ദേഹം സ്വന്തം ജീവിതം കൊണ്ട് പ്രയോഗവൽക്കരിച്ചിട്ടുണ്ട് എന്നും മനസ്സിലാക്കാൻ കഴിയും. ഗാന്ധിയെ നമ്മൾ ശ്രീരാമഭക്തൻ എന്ന് പറയാറുണ്ട്. യഥാർത്ഥത്തിൽ ഗാന്ധിയുടെ ഈ രാമഭക്തിയെ പോലും അദ്ദേഹത്തിന്റെ ആത്മീയമായ വിചാരങ്ങളെ പോലും നമ്മൾ RSSന്റെ ഒരു പ്രതിരോധം എന്ന നിലയിൽ കൂടി വായിക്കേണ്ടതുണ്ട് എന്ന് കരുതുകയാണ്. ആ അർത്ഥത്തിൽ നമ്മുടെ രാജ്യത്ത് RSSനെ ആശയമായി കണ്ട് പ്രതിരോധിച്ച ആളാണ് ഗാന്ധി. നമുക്കൊക്കെ പറ്റുന്ന ഒരു വീഴ്ച, നമ്മൾ RSSനെ അല്ലെങ്കിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഒരു സംഘടനാ ശരീരം മാത്രമായി കാണുന്നു എന്നതാണ്. യഥാർത്ഥത്തിൽ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന് ഏത് സംഘടനയും വഴങ്ങും, ഏത് പാർട്ടിയും വഴങ്ങും. അവർക്ക് ഇന്ന സംഘടന മാത്രമേ പറ്റൂ എന്നൊരു നിലപാടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഏത് സംഘടനാ ശരീരത്തിലേക്കും എളുപ്പത്തിൽ പ്രവേശിക്കാൻ കഴിയുന്നതാണ് എന്ന് ഗാന്ധി മനസ്സിലാക്കിയിട്ടുണ്ട്. ഗാന്ധിയുടെ നിലപാടുകളിൽ നമുക്കത് കാണാൻ കഴിയും. നമ്മുടെ കാലത്തെത്തുന്ന സമയത്ത് നമ്മൾ ഒരു സംഘടനയെ കേന്ദ്രീകരിക്കുന്നു. ആ സംഘടനയിൽ മാത്രമാണ് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഉള്ളത് എന്ന് മനസ്സിലാക്കുകയും ആ സംഘടനയിലേക്ക് നമ്മുടെ വിമർശങ്ങളുടെ മുനയും അതിന്റെ ശ്രദ്ധയും മുഴുവൻ തിരിച്ചു വെക്കുകയും ചെയ്യുന്നു. ഇപ്പുറത്ത് മറ്റു പല വഴികളിലൂടെ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം ഒളിച്ചു കടത്തപ്പെടുകയും ചെയ്യുന്നു. നിങ്ങൾ RSSനെ വിചാരണ ചെയ്തുകൊണ്ട് RSSനെതിരെ തെരുവിൽ പ്രസംഗിച്ചുകൊണ്ട് മാത്രം ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ തോൽപ്പിക്കാൻ കഴിയില്ല. RSS ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സംഘടനാ ശരീരമാണ് എന്നതുകൊണ്ട് അതിനോടുള്ള വിമർശനങ്ങൾ തുടരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ ഒരു ആശയ രൂപമായി കണ്ട് ആ ആശയത്തെ മറികടക്കാനുള്ള പദ്ധതികൾ കൂടി ആവിഷ്കരിക്കേണ്ടതുണ്ട്. അങ്ങനെ പദ്ധതികൾ ഇല്ലാത്തത് കൊണ്ടാണ് RSS എന്ന് പറയുന്ന സംഘടനക്കെതിരായ വിമർശനങ്ങൾ അവർ കേൾക്കാതെ വരികയും അവർ വീണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. നോക്കൂ, ഈ ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിന്റെ സംഘടനാ ശരീരം എന്ന് നമ്മൾ RSSനെ മനസ്സിലാക്കി വെക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ RSSനെ നിരോധിച്ച സമയത്ത് ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം നാട് കടക്കുകയോ അല്ലെങ്കിൽ അത് ഒലിച്ചു പോവുകയോ ചെയ്യേണ്ടതായിരുന്നില്ലേ? അങ്ങനെ സംഭവിച്ചിട്ടില്ല. ഹിന്ദുത്വ പ്രത്യയശാസ്ത്രം പിന്നെയും തുടരുകയും നിലനിൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഈ പറയുന്നതിന്റെ താല്പര്യം ഇതാണ്. നമ്മൾ ഒരു ഭാഗത്ത് RSSനെ വിമർശിക്കുകയും RSSനെതിരായ നിലപാടുകൾ ശക്തിപ്പെടുത്തുകയും ചെയ്യുമ്പോൾ തന്നെയും ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തെ നമ്മൾ ഒരാശയമായി RSSനെ തന്നെയും ഒരാശയ രൂപമായി കാണുകയും അതെവിടെയും പ്രവർത്തിക്കും, ഏത് സംഘടനാ ശരീരത്തിനും അത് ഭാഗമാകുമെന്ന ബോധ്യത്തോടുകൂടി നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ സ്വീകരിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മൾ വലിയ അബദ്ധത്തിലേക്കായിരിക്കും ചെന്ന് ചാടുക. നമ്മുടെ രാജ്യത്ത് അത്തരം അബദ്ധങ്ങൾ ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നതുകൊണ്ട് കൂടിയാണ് ഈ സമയത്ത് ഇക്കാര്യം പറയേണ്ടി വരുന്നത്.